ഹലോ ഫ്രണ്ട്സ്, ഡ്രസ് മേക്കിംഗ് ട്യൂട്ടോറിയലിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അളവുകൾ എന്തൊക്കെയാണ് എന്നാണ്. ഇപ്പോൾ ഒരു ചുരിദാർ ടോപ്പ് അടിക്കണമെങ്കിൽ അതിന് എന്തൊക്കെ അളവുകൾ നമ്മൾ എടുത്തു വെക്കണം. ഇപ്പം ഇത് ഒരു ചുരിദാർ ടോപ്പിൻ്റെ ബോഡി പീസാണ്. ഇത് സ്ലീവിൻ്റെ പീസ്. ഈ സ്ലീവ് ഈ ബോഡി പീസിൻ്റെ ഇവിടെ ജോയിൻ ചെയ്യുമ്പോഴാണ് ഒരു ടോപ്പായി മാറുന്നത്. അപ്പോൾ ഇതിന് എന്തൊക്കെ അളവുകൾ വേണം എന്നുള്ളതാണ് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ചുരിദാർ ടോപ്പ് കട്ട് ചെയ്യുമ്പോൾ വേണ്ട അളവുകളാണ് ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതായത് നമ്മൾ ആദ്യമായിട്ട് എടുക്കേണ്ടത് ഒരു ടോപ്പിൻ്റെ അതിൻ്റെ ഇറക്കമാണ്, അതായത് ലെങ്ത്ത്. ഇതിന് നീളമെന്നോ ഇറക്കമെന്നോ എന്ത് വേണമെങ്കിലും പറയാം. അതായത് ഇപ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെ ഉള്ളതാണ് അതിൻ്റെ ലെങ്ത്ത്, അതായത് A to B. അതാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്, A to B ലെങ്ത്ത്. നമ്മൾ അളവെടുക്കുമ്പോൾ ഒരിക്കലും ഇവിടെ നിന്ന് താഴോട്ട് എടുക്കാൻ പാടില്ല. നമ്മളെ കഴുത്തോട് ചേർന്നുള്ള ഭാഗത്തു നിന്നാണ് ഇതിൻ്റെ ലെങ്ത്ത് നോക്കേണ്ടത്. ഇനി രണ്ടാമതായി നോക്കേണ്ടത് അതിൻ്റെ തോൾ വീതിയാണ്, അതായത് ഷോൾഡർ. അതായത് ഇവിടെയാണ് നമുക്കിപ്പോൾ കൈ അതിൻ്റെ സ്ലീവ് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ മുതൽ, അതായത് ഈ C to D ആണ് ഇതിൻ്റെ ഷോൾഡർ, അതായത് തോൾ വീതി. പിന്നെ അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് അതിൻ്റെ നെഞ്ചളവിൻ്റെ വീതിയാണ്. അതായത് നെഞ്ചളവ് പറയുമ്പോൾ ഈ കൈയിൻ്റെ ലാസ്റ്റ് വന്നിട്ട് ഉള്ള അളവ്, അതായത് E to F. ഇതാണ് ചെസ്റ്റിൻ്റെ വിഡ്ത്ത്, അതായത് നെഞ്ചളവിൻ്റെ വീതി. പിന്നെ അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് അരയളവിൻ്റെ വീതിയാണ്. അരയളവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഷെയ്പ്പായി പോകുമ്പം ഏറ്റവും കുറവ് വരുന്ന ഭാഗം, അതായത് G to H. ഇത് അരയളവിൻ്റെ വീതിയാണ്, അതായത് G to H വേസ്റ്റ് വിഡ്ത്ത്. ഇനി അടുത്തതായി നോക്കേണ്ടത് ഹിപ്പിൻ്റെ വിഡ്ത്താണ്. ഹിപ്പ് വിഡ്ത്ത് നോക്കേണ്ടത് ഇത് നമ്മുടെ സ്ലിറ്റിൻ്റെ ആ സ്റ്റാർട്ടിങ് ഭാഗം മുതലാണ്. സ്ലിറ്റ് എന്ന് പറയുമ്പോൾ ആ ഓപ്പൺ വരുന്ന ഭാഗത്ത്, അതായത് ഇപ്പോൾ I to Kയും J to Lയും സ്ലിറ്റാണ്. അപ്പോൾ അതിൻ്റെ ആ തുടങ്ങുന്ന ഭാഗം മുതൽ ഇപ്പോൾ I to J ആണ് ഹിപ്പ് വിഡ്ത്ത് നോക്കേണ്ടത്. ഇനി ഈ ചെസ്റ്റിൻ്റെ വിഡ്ത്ത് നോക്കുന്നത് ചെസ്റ്റ് ലൈനിലാണ്. അതായത് ഇപ്പോൾ ഈ ലൈനിന് ചെസ്റ്റ് ലൈൻ എന്നാണ് പറയുന്നത്. ഇവിടെയാണ് ചെസ്റ്റ് വിഡ്ത്ത് നോക്കേണ്ടത്. അതുപോലെ വേസ്റ്റിൻ്റെ വിഡ്ത്ത് നോക്കുന്നത് വേസ്റ്റ് ലൈനിൽ, ഹിപ്പിൻ്റെ വിഡ്ത്ത് നോക്കുന്നത് ഹിപ്പ് ലൈനിൽ. ഇത് താഴത്തെ വീതിയാണ്, അതായത് ഒരു ടോപ്പിന് താഴെ എത്ര വീതി വേണം നോക്കാനുള്ള അളവാണ് ഇത്, K to L. അത് നമ്മളെ പിന്നെ ഓരോരുത്തർക്കും ഓരോ അളവായിരിക്കും, അതനുസരിച്ച് നോക്കിയാൽ മതി. ഇനി നമ്മൾ സ്ലീവിൻ്റെ അളവുകൾ നോക്കാം. ഇപ്പോൾ ഒരു സ്ലീവ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ ഭാഗം, ഇതാണ് ഇതിൻ്റെ ലെങ്ത്ത്, അതായത് ഇറക്കം. അതായത് നമ്മുടെ കൈയിൻ്റെ ഈ ഭാഗം വരുന്നത് A to B സ്ലീവിൻ്റെ ലെങ്ത്ത്. പിന്നെ C to D അതിൻ്റെ മീതെയുള്ള വീതിയാണ്, അപ്പർ വിഡ്ത്ത്, അതായത് നമ്മുടെ കൈയിൻ്റെ ഇവിടെ വരുന്ന വീതി. പിന്നെ ഇത് B to E കൈയിൻ്റെ താഴെ വീതി. താഴെ വീതി എന്ന് പറയുമ്പോൾ നമ്മൾ ഫുൾ സ്ലീവ് ആണെങ്കിൽ അത് ഇവിടുത്തെ വീതിയായിരിക്കും, 3/4 ആണെങ്കിൽ ഇവിടുത്തെ വീതിയായിരിക്കും, അഥവാ ഹാഫ് സ്ലീവ് ആണെങ്കിൽ ഇവിടുത്തെ വീതിയായിരിക്കും. ഏതായാലും ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് താഴെ വീതി, അതിൻ്റെ ലോവർ വിഡ്ത്ത്. അപ്പം ഇതാണ് നെക്കിൻ്റെ വിഡ്ത്ത്, അതായത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയുന്ന ആ ഭാഗം, അത് നെക്ക് വിഡ്ത്ത്. അതുപോലെ നെക്കിൻ്റെ ലെങ്ത്ത് ഇവിടെ മുതൽ ഇവിടെ വരെ. അത് ബാക്കിൽ വേറെ ആയിരിക്കും, ഫ്രണ്ടിൽ അളവ് വ്യത്യാസമുണ്ട്. കാരണം ബാക്കിൽ കുറച്ച് ഇറക്കം കുറവായിരിക്കും, ഫ്രണ്ടിൽ കുറച്ച് ഇറക്കം കൂടുതൽ. അതുകൊണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് ഇവിടെ മുതൽ ഇവിടെ വരെയാണ്. പിന്നെ രണ്ട് സൈഡിലും കൈക്കുഴി, ആം ഹോള്. ക്ലാസ്സുകളെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ പഠിക്കാൻ താല്പര്യമുള്ളവർ ക്ലാസ്സുകൾ മിസ്സാവാതെ എല്ലാ വീഡിയോസും കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇനി ഇത് കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്കത് മിസ്സാവാതെ ക്ലാസ്സുകൾ കേൾക്കാനും അതിലൂടെ ഇത് നന്നായി പഠിക്കുവാനും സാധിക്കും.